ഈ കാണുന്ന കൊച്ചു ക്രിസ്ത്യൻ പള്ളിയുടെ ഈ ചാപ്പലിന്റെ തൊട്ടടുത്ത് ഈ പൊളിഞ്ഞു വീഴാനായി കിടക്കുന്ന ഈ ചെറിയ റൂമിലാണ് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ മക്ബറയുള്ളത്. ഈ കാണുന്നതാണ് വാദിൽ മുഖദ്ദസ് തുവ എന്നൊക്കെ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള പരിശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധമായ താഴ്വര. കാരണം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പുറപ്പെട്ട വഴിയാണ്. ഈ ഒരു വാദിയിലെത്തിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ചെരുപ്പഴിച്ചിട്ട് വെക്കും മൂസ, കാരണം നിങ്ങളെന്താണ് ഒരു വിശുദ്ധമായ ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ, നിങ്ങൾ തുവ താഴ്വരയിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ സിനായ് എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള വാദിൽ മുഖദ്ദസി തുവ അല്ലെങ്കിൽ വാദി തുവ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലാണ്. ഈ കാണുന്നത് നമ്മുടെ സെന്റ് കാത്രീൻ മൊണാസ്ട്രി ആണ്. നമുക്കറിയാവുന്ന പോലെ ഈ വാദിൽ മുഖദ്ദസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാദി തുവ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ഇസ്ലാം, ജൂത, ക്രിസ്ത്യൻ, 3 വിഭാഗങ്ങൾക്കും പവിത്രമാക്കപ്പെട്ട ഒരു വാദിയാണ്. ഖുർആനിലും തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പരാമർശിക്കപ്പെട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ 3 മതവിഭാഗക്കാരും വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഈ കാണുന്ന വാദി തുവ എന്ന് പറയുന്ന ഏരിയ. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാദിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ആ കുന്നിന്റെ മുകളിലുള്ള ചെറിയൊരു ക്രിസ്ത്യൻ പള്ളിയും അതിന്റെ അടുത്തുള്ള ചെറിയൊരു റൂമും. അത് പറയപ്പെടുന്നത് മഖാമുൻ നബി ഹാറൂൻ എന്നാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ മക്ബറയാണ് ആ കാണുന്ന ചെറിയ റൂമിന്റെ അകത്ത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം അതിന്റെ മുകളിൽ. കുന്നിൻ മുകളിലെത്തിയാൽ റൗണ്ട് ഷേപ്പിൽ കണ്ടാൽ തന്നെ ഒരുപാട് പഴക്കം ഫീൽ ചെയ്യുന്ന ചെറിയൊരു റൂം ടൈപ്പ് ഒരു ചെറിയ റൂമും അതിനോട് തൊട്ട് ചാരിക്കൊണ്ട് തന്നെ അതേ കുന്നിന് മുകളിൽ തന്നെ ചെറിയൊരു കുരിശൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചാപ്പലും കൂടി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം നമുക്ക് അറിയാവുന്നതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജ്യേഷ്ഠനായിരുന്നു. അതേപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം തന്നെ ഫിറഔന്റെ ജനതയിലേക്ക് അയച്ച സമയത്ത് തനിക്ക് സംസാരിക്കാനും മറ്റൊക്കെയുള്ള ചെറിയൊരു പരിമിതി കാരണം തന്റെ സഹോദരനായ ഹാറൂനെ കൂടി എന്റെ സഹായിയായി വേണമെന്ന് പറയുകയും അങ്ങനെ നബിയാക്കപ്പെട്ട ഒരാളാണ് മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം. ഖുർആനിൽ ഏകദേശം 20ഓളം സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഫിറഔനുമായിട്ടുള്ള ചർച്ചകൾ, അതേപോലെ അവിടെ നടത്തിയിട്ടുള്ള മുഅ്ജിസത്തുകൾ, വടിയിട്ടപ്പം പാമ്പായ സമയത്ത്, അതേപോലെ തന്നെ ചെങ്കടൽ അടിച്ച് പിളർത്തി ഫിറഔനെ മറ്റും മുക്കിയ സമയത്തും, അതേപോലെ തുവ താഴ്വരയിലേക്ക് വന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പോയ സമയത്ത് ബനു ഇസ്രായേലിനെ നോക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്ന ഒരു സഹോദരൻ കാരണം മറ്റൊരു സഹോദരന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ്, അതായത് ഒരു സഹോദരൻ കാരണം സഹോദരനാകേണ്ടി വന്ന അല്ലെങ്കിൽ സഹോദരൻ കാരണം നബിയാകേണ്ടി വന്ന ഒരു മഹാൻ കൂടിയാണ് ഈ കാണുന്ന ഹാറൂൻ നബി അലൈഹി സ്വലാം. പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മഖാമാണ് ഇത് എന്നാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.